രാജ്ഭവനിലെ പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയതിൽ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഭാരതാംബ എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല. ഗവർണറുടെ അനുമതിയില്ലാതെയാണ് മന്ത്രി പരിപാടിയിൽ നിന്ന് പുറത്തുപോയതെന്നും രാജ്ഭവൻ. ടിൻഡുദാസ് ചേരുകയാണ് വിവരങ്ങളുമായി. ടിൻഡു, വിശദാംശങ്ങൾ. ഗവർണർ അതായത് രാജ്ഭവനിൽ നടത്തിയ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പരിപാടിയിൽ നിന്നും മന്ത്രി വി ശിവൻകുട്ടി മനഃപൂർവ്വം ഇറങ്ങിപ്പോവുകയും അതേ തുടർന്ന് ഈ സംസ്ഥാനത്തെ തെരുവുകളിൽ നടക്കുന്ന അക്രമങ്ങളിൽ അത് സംസ്ഥാന സർക്കാർ സ്വകാര്യമായിട്ട് ആസ്വദിക്കുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങളിൽ ഒരു ഇടപെടൽ കൂടി ആയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ രാജ്ഭവൻ നൽകിയ അല്ലെങ്കിൽ ഗവർണർ നൽകിയ കത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം അന്ന് അതായത് ആ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ വായനാദിന പരിപാടിയിൽ അന്നത്തെ ദിവസം രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി എത്തിയത് തന്നെ പ്രോട്ടോകോൾ ലംഘനത്തിലൂടെയാണ്. കാരണം ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആദ്യം ഗവർണർ എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ ക്യാബിനറ്റിലുള്ള മന്ത്രിയാണെങ്കിൽ പോലും, അത് ക്യാബിനറ്റ് പദവിയിലുള്ള ആളുകളാണെങ്കിൽ പോലും, വ്യക്തികളാണെങ്കിൽ പോലും ഗവർണർ എത്തുന്നതിന് മുന്നേ വേദിയിൽ എത്തിയിരിക്കണമെന്നാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രോട്ടോകോൾ ലംഘനമുണ്ടായി. മന്ത്രി അവിടെ എത്തിയത് തന്നെ വൈകിയതിനു ശേഷമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അതിനുശേഷം മന്ത്രി എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗം വായിക്കുന്നു. ഗവർണറുടെ അനുമതി ഇല്ലാതെ തന്നെ ആ വേദി വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ഉണ്ടായ സംഭവം. അതിനുശേഷം മന്ത്രി പുറത്തു വന്ന മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്നു. ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം ഉള്ളിടത്ത് തനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്നു. ഭാരതാംബ എന്ന് പറഞ്ഞ ആശയം, അല്ലെങ്കിൽ ഭാരതാംബ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആശയമാണ്. ആ ആശയത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാലവും ഭാരതത്തിലുള്ളവർ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ ഒരു തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് അതൊരു തെരുവ് യുദ്ധമാക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഗവർണർ വ്യക്തമാക്കി പറയുന്നു. അപ്പോൾ ഈ വിഷയത്തെ രാജ്ഭവനും അല്ലെങ്കിൽ ഗവർണറും വളരെ നയതന്ത്രപരമായിട്ടാണ് ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മന്ത്രിക്കെതിരെ നൽകിയ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഭാരതാംബ സങ്കല്പം ഭരണഘടന അംഗീകരിച്ചതാണെന്നാണ് ഗവർണർ ആ കത്തിലൂടെ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പരിഗണിച്ചുകൊണ്ടാണ് ഈ കത്ത് മുഖ്യമന്ത്രിക്ക് തന്നെ കൈമാറുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സംസ്ഥാനത്ത് നടക്കുന്ന അല്ലെങ്കിൽ SFI പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന അക്രമങ്ങൾ, അതിന് ചുവട് പിടിച്ചുകൊണ്ട് നടക്കുന്ന സംഭവവികാസങ്ങൾ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവർണർ ഇത്തരത്തിൽ ക്രമസമാധാന നില പരിഗണിച്ചുകൊണ്ട് രാജ്ഭവൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നത്. വിഷയം തെരുവിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. മന്ത്രി ഗവർണറുടെ അനുമതി തേടാതെയാണ് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. രാജ്ഭവനിലെ പരിപാടിക്ക് പങ്കെടുത്തത് വൈകിക്കൊണ്ടാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ എല്ലാ തരത്തിലും ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ടാണ് മന്ത്രി ഉടനീളം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് ഗവർണർ ഈ കത്തിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തെ സമീപിക്കുന്ന രീതിയാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് കത്തയക്കുമ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ ക്രമസമാധാന വിഷയങ്ങളും ഗവർണർ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ നിന്നും അല്ലെങ്കിൽ ആ വിവാദങ്ങളിൽ നിന്ന് മാറണമെന്നുള്ള ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഗവർണർ ഇത്തരത്തിൽ നയപരമായിട്ടൊരു തീരുമാനമെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാരതാംബ സങ്കല്പം അല്ലെങ്കിൽ രാജ്ഭവനിൽ ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ വിവാദം ഉണ്ടാകുന്നത്. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു. മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ആ പരിപാടി പങ്കെടുത്തില്ല. പിന്നീട് ബോധപൂർവം തന്നെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും നേരത്തെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കി കൊണ്ടുപോയി രാജ്ഭവനിൽ അത് വായിക്കുകയും വൈകിയാണ് ആ പരിപാടിക്ക് എത്തുന്നത്. അതിനുശേഷം ഗവർണറുടെ അനുമതി ഇല്ലാതെ ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭാരതാംബ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ ആശയം ഉണ്ടായിരുന്നു. നമുക്കറിയാം, വന്ദേ മാതരം എന്ന ആ ദേശഭക്തി ഗാനം ആരംഭിക്കുന്നത് തന്നെ അമ്മയെ അല്ലെങ്കിൽ ഭാരതാംബയെ വണങ്ങിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ആശയങ്ങളും കാലകാലങ്ങളായിട്ട് പിന്തുടർന്നു പോകുന്നിടത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ സർക്കാരിന്റെ അനുമതിയോടുകൂടി സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന
സംഘടനകളും മറ്റ് സംഘടനകളും ഒക്കെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുത്ത് കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം സർവകലാശാലയിലും നമ്മൾ ഈ വിഷയങ്ങൾ കണ്ടത്. എന്തായാലും സർക്കാർ ഈ രാജ്ഭവനെതിരെ നിയമോപദേശങ്ങൾ തേടുന്നതിനൊപ്പം തന്നെ രാജ്ഭവൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് സർക്കാരിനൊരു കത്ത് കൈമാറിയിരിക്കുകയാണ്. അനു.